ഉമ്മയ്ക്ക് ഡിഗ്രി ഗ്രാജുവേഷൻ്റെ ആണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളും പോകുന്നുണ്ട്. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് നടക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ എൻ്റെ വ്ളോഗാക്കാനുള്ള താല്പര്യം കൊണ്ട് എൻ്റെ ട്രൈപ്പോഡ് എടുത്തിട്ടാൽ പോലെ. അപ്പം ഇന്നും ട്രൈപ്പോഡ് എടുത്തുക്കണം. ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും ആൾക്കാർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ലൈൻ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വരി ഒന്നും കൂടി വലുതായി. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. 300 ആൾക്കാർ തന്നെ ഗ്രാജുവേറ്റ് ആവാണ്ട് ഓലപ്പം വന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അത്യാവശ്യം വലിയ പരിപാടി തന്നെയാണ്. പിന്നെ ഉമ്മക്ക് ഇടാനുള്ള ഗൗണും ടാഗൊക്കെ കിട്ടിട്ടോ. ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ പ്രൊഫഷൻ്റെ ഇടയിൽ കൂടെയാണ് പിന്നെയും ഡിഗ്രി പഠിച്ചെടുത്തത് കേട്ടോ. നമുക്ക് പിന്നെയും പഠിക്കാനുള്ള ആഗ്രഹം വന്നപ്പോൾ നമ്മൾ ഡിഗ്രി പഠിച്ചു. അങ്ങനെ ആ പ്രയർ അവിടെയുള്ള എല്ലാവരും സ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ നയിച്ചു കണ്ട് നമ്മളെ പരിപാടി സ്റ്റാർട്ടായിട്ടോ. എൻ്റെ അമ്മക്ക് ഗൗൺ കിട്ടിയപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ നല്ല പൂതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഒരു വീഡിയോ എടുക്കണ ക്യാമറമാൻ വന്ന് കണ്ട് വീഡിയോ എടുത്തിട്ട് പോയി. വേറെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉമ്മക്ക് ഗ്രാജുവേഷനിലുള്ള ടൈമായി. എനിവേ ഞാനും എൻ്റെ ഫാമിലി ഉമ്മാൻ്റെ ഈ അച്ചീവ്മെൻ്റ് കൊണ്ട് ഭയങ്കര പ്രൗഡാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഉമ്മ ഇപ്പോൾ ടീച്ചറാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഡിഗ്രി പഠിച്ചെടുത്തത്. സോ എനിക്കത് അത്ര വലിയ സിമ്പിളായ കാര്യമായിട്ടൊന്നും തോന്നണില്ല. രണ്ടും കൂടി മാനേജ് ചെയ്യണതൊരു കഴിവ് തന്നെയാണ്. എന്താ ഗ്രാജുവേറ്റ് ചെയ്ത് എന്താ പറയാല്ലേ? എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഭയങ്കര സന്തോഷം, മനസ്സ് നിറഞ്ഞു. ഇത് മതില്ലേ? നെക്സ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള കൂപ്പണൊക്കെ എടുത്തിട്ടോ. പിന്നെ അപ്പോഴത്തേന് എൻ്റെ അനിയന് വിഷമമുണ്ട്. ഓ സ്റ്റേജുമുള്ള കാക്കാട് പോയി പറഞ്ഞിരിക്കണേ. സ്റ്റേജിൽ പോയി എനിക്ക് വിശക്കുന്നുണ്ട്, സീറ്റൊന്നും ഇല്ല പറഞ്ഞപ്പോഴത്തേന് ഓനവിടെ സീറ്റ് റെഡി ആയിട്ടോ. അങ്ങനെ ഓൻ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് സീറ്റ് കിട്ടി. നല്ല അടിപൊളി സദ്യയാണ് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് VIP കളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിലുള്ള ഫസുലാബിദ് സാറിന് സംസാരിക്കാൻ നന്നായിട്ട് ഇൻസ്പയർ ആയി. അപ്പം ഞാനത് സാറിനോടെ പോയി പറഞ്ഞു കേട്ടോ. സാറിൻ്റെ ആ മോട്ടിവേഷൻ കാരണം എനിക്ക് പറ്റില്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും എനിക്ക് പറ്റുന്നൊരു കോൺഫിഡൻസ് വന്നു കേട്ടോ. സാറിക്ക് പിന്നെ വന്ന എക്സ്ട്രാ മോട്ടിവേഷനൊക്കെ തന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അതുപോലെ വേറൊരാൾ ഞാൻ കാണിച്ചുതരാം. അദ്ദേഹം എൻ്റെ ഉമ്മാനെ ഡിഗ്രീൻ്റെ ഇടയിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. പിന്നെ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല, 2-3 PSC കളും കിട്ടിയ ആളാണ്. കുറച്ച് ഫോട്ടോസ് എടുത്ത് ഒരു സോഡയും കുടിച്ച് ഇന്നത്തെ കഥ അവിടെ തീർത്തു. അപ്പോൾ ഓക്കെ, ബൈ.